ഇസ്ലാം മതം സ്വീകരിക്കാൻ പോലില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാക്കല്ലേ. അത് കേട്ടപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന് വല്ലാത്ത വിമിട്ടം വന്ന്, ദേഷ്യം വന്ന്, പടച്ചോനെ, നിന്റെ വെള്ളം, നിന്റെ വായു, നിന്റെ ഭക്ഷണം, നിന്റെ ഭൂമി, നിന്റെ ആകാശത്തിന്റെ ഒട്ടുപാക്കുന്നേ, അവർ നിന്നെ വിളിച്ച വഴിയിലേക്ക് വേണ്ടില്ലെങ്കിൽ അവരെന്തിനാണ് ഇവിടെ? അതുകൊണ്ട് റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ, ഒരൊറ്റ കാഫിറിനെയും ഭൂമിന്റെ ഉപരിഭാഗത്ത് നീ ബാക്കിയാക്കണ്ട, മുഴുവൻ നശിപ്പിച്ചു കള എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. ഞാൻ കഥയും കിതിയൊന്നും പറയല്ല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു പോയ വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ, അക്രമികളായ കുഫറിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന കക്ഷികളെ അവരെ നിങ്ങൾ ഹലാക്കാക്കാൻ ഒക്കെ ഞാൻ ഹലാക്കാക്കിക്കൊള്ളാം. പക്ഷേ അവരെ ഞാൻ ഹലാക്കാക്കുമ്പോൾ അതിൻ്റെ മോനാണ്, ഇതിൻ്റെ പെങ്ങളാണ്, ഇതിൻ്റെ മെറുവനാണ്, പുയ്യാപ്പളാണെന്ന് പറഞ്ഞ് ശിഫാരിച്ച് പറയുന്നത്. ശിഫാരിച്ച് പറയാൻ ഇവിടെ വരുന്നത് ഒന്നില്ലാതെ ഞാൻ ഹലാക്കിക്കൊള്ളാം. അല്ലാഹു എന്ത് ചെയ്തു? തൂഫാൻ എന്നൊരു വെള്ളം, ആ വെള്ളം കൊണ്ടെന്തായി? അവര് ചോദിച്ചെന്ന്, ഏത് അടുപ്പെന്നാണടാ നിന്റെ വെള്ളം വരാന്ന് കളിയാക്കി നൂഹ് നബിനെ. വഫാറത്തന്നൂർ, അതേ അടുപ്പിൽ നിന്ന് തന്നെ വെള്ളപ്പെട്ടി. അങ്ങനെ മഴയും കുന്നും മുഴുവനും നിറഞ്ഞു. അങ്ങനെ അല്ലാഹു ഹലാക്കി. അത്രയും ഭയങ്കരമായ ശിക്ഷ ആ നൂഹ് നബിന്റെ കാലത്ത് അല്ലാഹു തആല കൊടുത്തു. ആ അമ്പിയാക്കൾ എല്ലാം കൊണ്ടുവന്നത് ഒറ്റൊന്നാണ്. ആ അഖീദയിൽ വിശ്വാസപരമായ സംഗതികളിൽ വ്യത്യാസമില്ല. ഫുറൂഇയ്യാത്തിൽ നിന്നെന്നാലും വ്യത്യാസം ഉണ്ടാകും. അതാണല്ലോ 4 മദ്ഹബ്. 4 മദ്ഹബും ഹഖാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് ആയത്തും ഹദീസും തന്നെയാണ്. അതിൻ്റെ ഓരോ വഴികളെന്നേ ഉള്ളൂ. ആ 4 മദ്ഹബ് ഫുറൂഇൽ വിശ്വസിക്കുകയും അഖീദയിൽ യാതൊരു വ്യത്യാസമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന കക്ഷികളാണെന്ന് ഹഖിന്റെ എഴുതുകാർ. ആ ഹഖിന്റെ എഴുതുകാരായ ആള് സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അതാ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ആ സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ എന്ന് പറയുന്ന ആ കക്ഷികളെ കൂട്ടത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഇനി ഖിയാമം 1-ാം തീയതി വരെയും അതുണ്ടാകും. അത് ആരാണെന്ന് ആർക്കും ചോദിച്ചറിയണ്ട. ഇനി കുറെ കൂട്ടരെ നമ്മളാ മറ്റേന്നാന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളവിടെ നിൽക്കട്ടെ, ഭരണാധികാരികളും കുറച്ച് കണ്ണു തുറക്കേണ്ടതുണ്ട്. ഭരണാധികാരികൾ കണ്ണു തുറന്നോളണം. വഖഫ് ബോർഡ് ആർക്കല്ലെന്നാണോ? വഖഫ് സംരക്ഷിക്കാനുള്ളതല്ലേ. വഖഫ് ബോർഡിൽ ഓരോറ്റ നമ്മളെ സുന്നികളാരുമില്ല. ഹജ്ജ് കമ്മിറ്റിയിൽ ഒറ്റൊന്നുമില്ല. ഇതാരുണ്ടാക്കിയത്? നിങ്ങളെ രാഷ്ട്രീയ? നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റൊന്നിന് വോട്ട് കിട്ടുമല്ലോ കേട്ടോ. സുന്നികളെ സഹായിക്കാത്ത ഒരൊറ്റൊന്നിനും വോട്ട് കൊടുക്കരുത്. വേറൊന്നും പറയാനില്ല. ഓരോ പുതിയ നമ്മളെ ആൾ പോണേ നമ്മളേലാണ് കാണാൻ. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് വാ. നിങ്ങളെ മനസ്സിലാക്കണോ, ജനങ്ങളെ മനസ്സിലാക്കണോ? ഇനി നോക്കിക്കോ, ഒരൊറ്റ വോട്ട് കിട്ടുമല്ലോടാ നിങ്ങൾക്ക്. നമ്മളെ എങ്ങാനും തല്ലി നിങ്ങൾ ചെയ്താൽ ഒരൊറ്റ വോട്ട് കാഫിറിനും കിട്ടില്ല, മുസ്ലിമിനും കിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്യൂരില്ല പോരാ, അങ്ങ് വോട്ട് ചെയ്ത് തോപ്പിച്ചാളാണ്. മലപ്പുറത്ത് എന്തായിട്ടത് മുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും, സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്, ഗവൺമെന്റ് അനുവദിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. അതൊക്കെ നിങ്ങൾ തുറന്ന് മനസ്സിലാക്കണം. എല്ലാ സ്ഥലത്തും അത് നിങ്ങൾ കാണാം. അതിനാ ഞാൻ പറയുന്നത്. നമ്മക്കാരെയും പേടിയില്ല. അള്ളാഹിന്റെ റസൂലിനെ പേടിച്ച ആരെയുടെ പേടിക്കേണ്ടത്? നമ്മൾ ദുനിയാവിനോട് നിലകൊള്ളുന്നില്ല. കയ്യിൽ ഞങ്ങൾ സങ്കടം പറഞ്ഞു, എന്ത് സ്കൂൾ കിട്ടുന്നില്ല. അപ്പൊ ഏതോ അന്നുള്ളൊരു മന്ത്രി, എനിക്കും അവൻ്റെ പേരൊന്നും പിടിയില്ല, ഇല്ലെങ്കിൽ ഓനെ തോപ്പിച്ചാടാന്ന് പറഞ്ഞ തോറ്റില്ലേ ആരും തോപ്പിക്കാൻ കഴിയുള്ളൂ. മരക്കള തങ്ങിയിട്ടുണ്ടാവും വോട്ട് ചെയ്യാൻ. സൂക്ഷിച്ചോ. ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഹക്കിന്റെ മനുഷ്യർ ഹക്കുമല്ല അടിയുറച്ച് നിൽക്കണം എപ്പോഴും. ആ നിരക്ക് അല്ലാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. ആ മറ്റൊരൊന്നും ഉണ്ടാക്കിയ മാമ
കുട്ടികൾക്ക് വരികയാണ് യമാമ എന്താണ്. അപ്പൊ ആ യമാമ എന്ന് പറഞ്ഞാൽ മുസ്ലിം കല്ലാബ് എന്ന് പറഞ്ഞ കൊടിയ കള്ളൻ, നുബുവത്തിനെന്നായിട്ട് അവകാശം പറഞ്ഞു വന്നവൻ. അതിന്റെ പുറമെ നജ്ദിന്റെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് അല്ലാഹുമ്മ ബാരിക്, പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യ് യമനിനും ഷാമിനും